അതിജീവിതയല്ല, വായിക്കുന്ന ഏതൊരു സ്ത്രീയും ഞെട്ടും, മനസ്സുകൊണ്ട് ഉരുകിപ്പോകും. ഒരുപക്ഷെ ജുഡീഷ്യറിയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ. കോടതി മുറികളിൽ പോലും തെളിവുകൾ സുരക്ഷിതമല്ലെങ്കിൽ ഇരകൾ പിന്നെ എവിടെ പ്രതീക്ഷയർപ്പിക്കണം? നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ അനുമതിയില്ലാതെ തുറന്നു പരിശോധിച്ചു. സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് കഴിഞ്ഞ ദിവസമാണ് അതിജീവിതയ്ക്ക് ലഭിച്ചത്. ആ റിപ്പോർട്ടിലെ ഓരോ വരിയും വായിക്കുമ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് 10 മടങ്ങ് കൂടിയിട്ടുണ്ടാകണം. ഹൈക്കോടതിയിലെ ഒരു ന്യായാധിപന് നേരെയാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിരൽ ചൂണ്ടുന്നത്. നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡും പെൻഡ്രൈവും ജസ്റ്റിസ് നിയമവിരുദ്ധമായി പേഴ്സണൽ കസ്റ്റഡിയിൽ വെച്ചുവെന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. വിചാരണ കോടതി ജഡ്ജിയായ ഹണി എം വർഗീസാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. കോടതി ജീവനക്കാർ ജസ്റ്റിസിനെതിരെ രൂക്ഷമായ മൊഴികളാണ് നൽകിയിരിക്കുന്നത്. 3 തവണയാണ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടിരിക്കുന്നത്. കോടതി ജീവനക്കാരന്റെ സ്വന്തം ഫോണായ മൈക്രോമാക്സിലാണ് കാർഡ് പരിശോധിച്ചത്. 2018 ഡിസംബർ 13 രാത്രി 10:58 മഹേഷിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പരിശോധന. ഈ ഫോൺ നഷ്ടമായെന്നും കോടതി ജീവനക്കാരന്റെ മൊഴിയിൽ പറയുന്നു. ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരമാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന കോടതി ജീവനക്കാരന്റെ മൊഴി കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. മെമ്മറി കാർഡ് വിചാരണ കോടതി പരിശോധനയ്ക്കായി എടുത്തപ്പോഴാണ് അതിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നതായി കണ്ടെത്തിയത്. മെമ്മറി കാർഡ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ സീൽ ചെയ്ത കവറിൽ കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കണമെന്നാണ് നിയമം. തുറന്ന കോടതിയിൽ വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇവ പരിശോധിക്കാൻ പാടുള്ളൂ എന്നും നിയമം അനുശാസിക്കുന്നു. പക്ഷേ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കോടതികളിൽ പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചിരിക്കുന്നത്. ഒരു കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അതിന്റെ ആധികാരികത പ്രധാനമാണ്. കാരണം ഇത്തരം തെളിവുകളിൽ കൃത്രിമം നടത്താൻ സാധ്യത കൂടുതലാണ്. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥർ ആശ്രയിക്കുന്നത് ഹാഷ് വാല്യൂവിനെയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ 3 തവണയാണ് ഹാഷ് വാല്യൂ മാറിയതായി കണ്ടെത്തിയിരിക്കുന്നത്. ആ സമയത്ത് പോലും ദൃശ്യങ്ങൾ പരിശോധിച്ച സാഹചര്യത്തിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സ്വകാര്യത എന്നത് ഒരു വ്യക്തിയുടെ മൗലികാവകാശമാണ്. ഭരണഘടന അത് ഉറപ്പു നൽകുന്നുണ്ട്. ഹാഷ് വാല്യൂ പലവട്ടം മാറിയതിലൂടെ നിഷേധിക്കപ്പെട്ടത് ഒരു വ്യക്തിക്ക് ഈ രാജ്യത്തെ ഭരണഘടന അനുവദിച്ച അവകാശമാണെന്ന് നടി പറയുന്നു. 2017 ഫെബ്രുവരിയിലാണ് നെടുമ്പാശ്ശേരിയിൽ ഓടുന്ന വാഹനത്തിൽ നടി ക്രൂരമായ പീഡനത്തിന് ഇരയാകുന്നത്. സംഭവം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ സിനിമാ സെറ്റുകളിൽ പ്രവർത്തിച്ചിരുന്ന പൾസർ സുനി എന്ന ക്രിമിനൽ അടക്കം കേസിലെ പ്രതികളെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഗൂഢാലോചന കേസിൽ നടൻ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ നടി ആക്രമിക്കപ്പെട്ട കേസിന് മറ്റൊരു മാനം കൈവന്നു. പിന്നീട് അങ്ങോട്ട് കോടതിക്കകത്തും പുറത്തും വെള്ളിത്തിരയിലും സമാനതകളില്ലാത്ത ഒട്ടനവധി സംഭവങ്ങൾ. നടിക്ക് അനുകൂലമായും ദിലീപിനെ എതിർത്തും മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ രംഗത്ത് വന്നപ്പോൾ ദിലീപിന് അനുകൂലമായി അമ്മ എന്ന താരസംഘടന കൂടി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കണ്ടത്. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നടൻ ദിലീപിനെ സംഘടനയിൽ നിന്ന് മാറ്റിയെങ്കിലും നടിക്ക് അപ്രഖ്യാപിത വിലക്ക് ലോകം കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് നടിക്ക് മലയാളത്തിൽ ഒരു ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചത്. നടിയെ അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ പല യുവനടികൾക്കും മലയാള സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു. ഏതൊരു സ്ത്രീ പീഡന കേസുകളിലെയും പോലെ വിചാരണ കോടതിയിൽ പോലും സമാനതകളില്ലാത്ത തരത്തിൽ ക്രൂരമായ വിചാരണയാണ് നടി നേരിട്ടത്. കേസിൽ ഇപ്പോഴും നീതി അകലെയാണ്. നടു റോഡിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതിന് നീതി തേടിയെത്തിയ കോടതിയിൽ നിന്നാണ് അപ്രതീക്ഷിതമായി വീണ്ടും അതിജീവിതയ്ക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. എന്തിനു വേണ്ടി ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു? പ്രതിക്ക് ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടതിൽ പങ്കുണ്ടോ? ഒരു സ്ത്രീ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്ന ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയെന്ന അത്യന്തം നീചമായ കാര്യമാണോ നടന്നത്? ഇങ്ങനെ ഇനിയും ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. കോടതികളുടെ വിശ്വാസത്തിന് മേൽ കരിനിഴൽ വീഴരുത്. ഈ കളങ്കം തുടച്ചു നീക്കാൻ ശക്തമായ അന്വേഷണമാണ് ആവശ്യം. പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ സത്യം കണ്ടെത്താനാകൂ എന്നാണ് നടി ആവശ്യപ്പെടുന്നത്. കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണ സ്ത്രീകളുടെ പ്രതീക്ഷകൾ കൂടിയാണ് തകരുന്നത്. ഏതൊരു സാധാരണക്കാരന്റെയും അവസാനത്തെ അഭയസ്ഥാനമാണ് നീതിന്യായ കോടതികൾ. പവിത്രതയോടെ തന്നെ അത് നിലകൊള്ളണം.
അതിജീവിതയുടെ വാക്കുകൾ പോലെ സത്യസന്ധരായ ന്യായാധിപന്മാരുടെ കാലം അവസാനിച്ചിട്ടില്ലെന്ന വിശ്വാസത്തിൽ അവൾക്കൊപ്പം പോരാട്ടം തുടരാം.